ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിതാ ഇന്നലത്തേൻ്റെ ബാക്കി പിറ്റത്തെ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നിഷു മദ്രസ്ക്കൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കിടന്ന് ഒന്ന് എണീച്ച് വന്നൊന്ന് ഉഷാറാവുകയാണ്. ഒക്കെ കഴിഞ്ഞിട്ടിതാ വെണ്ടക്ക നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിയതുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നപ്പോൾ അതാ മുന്നിലൊരു സ്കൂട്ടി. അപ്പം ഇത് നമ്മളെ മറ്റേ കോഴിക്കാരനാണ് കേട്ടോ ഇന്നലത്തെ. ഞാനാകെ മടിച്ച് നിന്ന് വാങ്ങണോ വാങ്ങണ്ടേ വിചാരിച്ച് ഇങ്ങനെ നിൽക്കേന് കേട്ടോ. അപ്പം ഇക്ക അവിടെ ഇല്ലേനും എന്താ ചെയ്യുക വിചാരിച്ചു. ഇനിയിപ്പോൾ ഏതായാലും അയാൾ വന്നതല്ലേ വാങ്ങാമെന്ന് വിചാരിച്ചു. അയാൾ ഇങ്ങനെ വാക്ക് പാലിച്ച് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്താ പങ്ക്ച്വാലിറ്റി. അപ്പം അങ്ങനെ അയാളിതാ കൊട്ടയൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ കുറേ കോഴിക്കളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. നല്ല രസം കാണാൻ. ഏതാ പൂവൻ കോയി? അത് ആ കളറാകുക. ഇപ്പം 3 ഒരു ജോഡി. അപ്പം ഞാൻ ഒരു ജോഡി വാങ്ങി. അപ്പോൾ അതാ അയാൾ കൂട്ടിക്കൊണ്ടുപോയിട്ടോ. എനിക്ക് പേടിയാണ് കേട്ടോ കോയിനെ തൊടാനൊക്കെ. ഞാൻ ഇങ്ങള് അങ്ങനെ കോഴിക്കാരൻ കോയിനൊക്കെ കൊണ്ടുപോയി. ഞങ്ങൾ പിന്നെ കുളിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇത് വൈകുന്നേരമുണ്ട്. അപ്പോൾ ഇക്ക വന്നപ്പോൾ ഉച്ചക്ക് വന്നപ്പോൾ കുറച്ച് പൊങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ പൊങ്ങ് ചോറ് തിന്നതുകൊണ്ട് പിന്നെ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. നല്ല മധുരം ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഒന്നെടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കിയതാണ്. കുറച്ചുള്ളൂ കേട്ടോ, ഒരു 5-8 പീസുള്ളൂ. അപ്പോൾ അത് ഇഷുമോളും ഞാനും ഇങ്ങനെ ഇടക്കിടക്ക് തിന്നാൻ തന്നെ ഉള്ളൂ. അപ്പം ഇന്ന് ഇവിടെ നിഷുമോൻ ഒറ്റക്കാണ് സ്കൂൾക്ക് പോയത്. അപ്പം ഞാൻ ഓനെ കൊണ്ടുവരാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. നിഷുമോൾക്ക് ഛർദി ഇനി ഓളിന്ന് ക്ലാസ്സിന് പോയിട്ടില്ല ഇനി. അപ്പം നിഷു വരാനായപ്പോൾ ഞാനും ഓളും കൂടെ അതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഓൾക്ക് കോഴിക്കോട് കണ്ടപ്പോൾ കോഴിക്കുട്ടികളൊന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓളിങ്ങനെ നോക്കണതൊക്കെ. അപ്പോൾ ഞാനിതാ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. തുറക്ക് കാണാൻ നോക്കണം. അപ്പം ഇക്ക അവിടെ ഉറങ്ങുന്നുണ്ട്. നിജുട്ടന് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഇഷും കൂടെ മെല്ലെ ഇങ്ങനെ പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് വീഡിയോ എടുത്തത് ഇല്ല, റെഡി ആവണില്ല കേട്ടോ. ഞാൻ ഒറ്റക്കാണല്ലോ വീഡിയോ എടുത്തില്ല. എനിക്കൊരാളും വീഡിയോ എടുത്ത് തരാനും ഒന്നും ആളില്ല, ക്യാമറ പിടിച്ചു തരാനും ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ എടുക്കൽ. ഒരു ടേക്കന്നെ ഒരു 3-4 പ്രാവശ്യമൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും എന്താ പിന്നെ മതിൽമെന്ന് ഫോണൊക്കെ എടുത്തിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷൂന് ഇങ്ങനെ ഇവിടുന്ന് ഭയങ്കര പക്ഷികളെ സൗണ്ടൊന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പേടിയാവും കേട്ടോ. അതിൽ പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ഇവിടെ ഈ വളവിൽ ഇങ്ങനെ നിന്നു. ചിലപ്പോൾ ഇവിടെ നിന്നാൽ 2 ഭാഗത്തു കൂടെ വരാൻ സാധ്യതയുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കൂടി വരലുണ്ട് ചില ദിവസം കേട്ടോ. അതിലിങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് കുളത്തിൽ ആമ്പലൊക്കെ വിരിഞ്ഞിക്കണോ നോക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ച് കുളത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തോട്ടിലും കുറേശ്ശെ വെള്ളമുണ്ട് കേട്ടോ.
അപ്പം അങ്ങനെ ഞങ്ങളൊരു ഭാഗത്തു കൂടെ പോയി ഓനെ കാത്തിരുന്നപ്പോത്തിന് ഓനെ അങ്ങേ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടേനി കേട്ടോ. പിന്നെ നമ്മൾ വേഗം അങ്ങോട്ട് നടന്ന് പോകുന്നത് അപ്പോൾ അതാ മുന്നിലുണ്ട്. അപ്പം അവൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ വേഗം വേഗം കയറണം. എന്താണ് അവർ ഞങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യണില്ല കേട്ടോ. അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ക്രിക്കറ്റ് ഫോട്ടോ ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തിരക്കിലാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഓന് വന്നപ്പോൾ ഇതാ പുളി കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ പുളീൻ്റെ ഒരു കഷ്ണം തന്നു. അപ്പോൾ അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരവും പുളിയും എല്ലാം കൂടെ കൂടിയൊരു പുളി കേട്ടോ. ഇപ്പോൾ പറയുമ്പോഴും കൂടെ വെള്ളം വരുന്നുണ്ട്. പിന്നെ അങ്ങനെ അതാ വൈകുന്നേരം ചായക്ക് അലുവ ഉണ്ടായിട്ടോ. അപ്പം അലുവ നല്ല അടിപൊളി പാൽ ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു. ഞാൻ അലുവ തിന്നിട്ടില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഒരു കുഞ്ഞൊന്ന് ടേസ്റ്റ് നോക്കിനി. ഇതിപ്പോൾ ഉമ്മ വന്നപ്പം കൊണ്ടുവന്നതിന് ഇന്നലെ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ കോഴിക്കൂട് നമ്മൾക്കൊന്ന് മാറ്റിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്ക അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇക്ക പോകണേൻ്റെ മുന്നേ അത് സെറ്റാക്കാൻ വിചാരിച്ചിട്ട് ഞാനൊന്ന് ഇങ്ങോട്ട് വേഗം വന്നതാണ് കേട്ടോ. അതിൻ്റെ മേലത്തെ തുണികളൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഭയങ്കര മാറ്റം ഉണ്ടാവും. ഉറക്കം വന്നിക്കണേ. പിന്നെ ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഈ കൊട്ട ഞാൻ പൂച്ചനെട്ടിനെ കൊട്ടയിന് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ കൊട്ടയൊക്കെ മാറ്റി വെച്ചു. കുറച്ച് ടൈം ഇതാ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ നിന്ന്. അപ്പോൾ കോഴിക്കോട് മാറ്റാൻ പറഞ്ഞപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ മാറ്റി വെക്കാനാവില്ല. മാറ്റി വെക്കാനാവില്ല പറഞ്ഞാൽ ഞാൻ പറഞ്ഞെടുത്ത് വെക്കാനാവില്ല. അപ്പം ഇങ്ങനെ ശരിയാക്കി തരില്ല, റെഡിയാക്കി തരില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കേനി. പിന്നെ ഞാൻ പൊക്കിയപ്പം മഹാവെയിറ്റ് താഴെ ഭാഗത്ത് കിണറിൻ്റെ വെക്കണത്. അതിൽ ഞാൻ അപ്പം അങ്ങോട്ട് ഇറക്കാൻ എന്തായാലും എനിക്ക് ഇക്കാക്കും കൂടി കഴിയില്ല. കാരണം എൻ്റെ ഭാഗം എനിക്ക് ബാലൻസ് ചെയ്താൽ വെയിറ്റ് താങ്ങാൻ കഴിയില്ല. അപ്പം നമ്മൾ മുത്തച്ഛൻ്റെ മോനെയൊക്കെ വിളിച്ചു. ഓന് പിടിച്ചൊക്കെ തന്ന് നമ്മളവിടെ കൊണ്ടുപോയി വെച്ചിന് കേട്ടോ. പൂടിൻ്റെ പൊട്ടോ ഇങ്ങനെ പകുതി പീസല്ലേ. അപ്പം അങ്ങനെ ഞാനും നിഷുട്ടന് ഓട് കൊണ്ടുവന്നും കൊടുത്ത് ഇക്ക അത് മേഞ്ഞും ചെയ്തിട്ടോ. ഇക്ക പഴയൊരു കാർപ്പൻ്ററാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് കാർപ്പൻ്ററാണ്. അപ്പം അങ്ങനെ ഇതാ ഓടൊക്കെ വെച്ച് കൊടുത്ത്. പിന്നെ ഇതാ കാർപ്പൻ്റർ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ആശാരിയാണ്. ഒരു പ്ലസ് ടു പയ്യൻ ആശാരിയായിരുന്നു. പിന്നെ അതൊക്കെ നിർത്തിയിട്ടാണ് പിന്നെ കോളേജിൽ പോയത്. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ഫുള്ള് വണ്ടിമേലായി, വണ്ടി ഭ്രാന്തായി. അപ്പം അങ്ങനെ എന്താ നമ്മളെ ഓടൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വിചാരിച്ചതിലേറെ കുറച്ച് ഓട് മതിയേനി കേട്ടോ. അതിലതൊക്കെ മേഞ്ഞ് തന്നെ. അപ്പോൾ ഓടുമേലൊക്കെ മണ്ണൊക്കെ ഉണ്ട്. അപ്പം ഇനി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടിക്കാൻ വിചാരിച്ചതിന്. പക്ഷേ വെള്ളം ഒഴിച്ച് അടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അന്ന് മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് ഓടൊക്കെ ക്ലീനായി. അപ്പം അങ്ങനെ കോഴിക്കോടൊക്കെ സെറ്റാക്കി ഓടൊക്കെ മേഞ്ഞ്. പിന്നെ ഞാൻ കോഴിക്കൾക്ക് കുറച്ച് ഗോതമ്പൊക്കെ പൊടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ കോഴിനൊക്കെ വളർത്തുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെയാണ് ഓരോന്നും ചെയ്ത് കൊടുക്കണത്. പിന്നെ അതേപോലെ നമ്മൾക്ക് ഇനി എന്താ കോഴിക്കൾക്ക് ഉള്ളിൽ ഷീറ്റ് ഒക്കെ വിരിച്ച് കൊടുക്കണം. പിന്നെ എന്താ ഈർച്ചപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. പക്ഷേ അതുപോലെ പുറത്തിടാൻ പറ്റില്ലല്ലോ. പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ കുറുക്കനോ നായ്ക്കളോ കീരിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകൂലേ. അപ്പോൾ ഗോതമ്പൊക്കെ കൊടുത്തിട്ട് വലിയ ഇഷ്ടമില്ല തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളം മുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടേനി. അപ്പോൾ രാത്രി ആയതിൻ്റെ ശേഷം 8:30 ആയതിൻ്റെ ശേഷം ഞാനും ഇഷുമോളും കൂടി ഇറങ്ങിയതാണ്. ഇഷുമോൾ കൂടി ഇറങ്ങിയതല്ല, ഇഷുമോൾ കൊണ്ടിറങ്ങിയതാണ്. ഇഷുമോൾ പേടിക്കൊക്കെ നിന്നു. ഞാൻ വെള്ളം മുക്കി. അപ്പോൾ വൈകുന്നേരം കോഴിക്കോടുമേൽ കെട്ടി മറന്നതുകൊണ്ട് വെള്ളം മുക്കാൻ മറന്നു, തിരുമ്പിട്ടത് എടുത്തേക്കാൻ മറന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറന്നിട്ടുണ്ടേനി. അപ്പോൾ അത് ആ വെള്ളത്തിൽ നിന്നൊരു പേരക്കൻ്റെ ഇല കൊടുത്തേക്കാണ് ചാടണുണ്ടല്ലോ. പിന്നെ രണ്ടാമത് വെള്ളം മുക്കി കോരി ഒഴിക്കാൻ നിന്നപ്പോഴാണ് കേട്ടോ അത് കണ്ടത്. പിന്നെ ഞാനത് അകത്തെത്തിയതിന് ശേഷമാണ് എടുത്തിട്ടതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.